നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൽക്കാലിക അയവ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ US ഇറാൻ രണ്ടാംഘട്ട സമാധാന ചർച്ചകൾ ഉടൻ നടന്നേക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ട്. രണ്ടാംഘട്ട ചർച്ചയ്ക്കുള്ള തീയതി ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാം ഘട്ട ചർച്ച പരാജയപ്പെട്ടതിനു പിന്നാലെ ഉടൻ തന്നെ രണ്ടാംഘട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത്. അതേസമയം ഇറാനിയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി പാക് സൈനിക മേധാവി അസീം മുനീർ ഇറാനിലെത്തി. വ്യാഴാഴ്ചയാണ് US ഇറാൻ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാൻ നിലപാട് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രണ്ടാംഘട്ട ചർച്ചയ്ക്കുള്ള തീയതി തീരുമാനിച്ചിട്ടില്ല എന്നും ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു വരികയാണെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനുമായുള്ള തുടർന്നുള്ള ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടന്നു എങ്കിലും ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് ബുധനാഴ്ച വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയത്. ഹോർമോസ് കടലെടുക്ക് സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ നീട്ടാനും ദീർഘകാല സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനും സാധ്യത ഏറെയാണെന്നും അതിലേക്ക് ഇരുപക്ഷവും കൂടുതൽ അടുത്തിരിക്കുകയാണെന്നും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം എന്നാണ് ഈ സമാധാന ചർച്ച നടക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നേരത്തെ പുതിയ ചർച്ചകൾക്ക് മുന്നോടിയായി US 2 നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു. ഹോർമോസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക, ചർച്ചകൾക്ക് പങ്കെടുക്കുന്ന ഇറാനിയൻ പ്രതിനിധി സംഘം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയും തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരം ഉറപ്പാക്കുക എന്നിവയായിരുന്നു US മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനും വെടിനിർത്തൽ ശ്രമങ്ങൾക്കുമായി പാകിസ്ഥാൻ നടത്തുന്ന നയതന്ത്ര ഇടപെടലുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചിരുന്നു. രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്ക് കളമൊരുക്കുകയാണ് പാക് സൈനിക മേധാവിയായ അസീം മുനീർ അടങ്ങുന്ന പ്രതിനിധി സംഘം. ഇറാനിൽ ഇതിനു വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും അസീം മുനീറിന്റെ സന്ദർശനത്തിൽ ചില വിഷയങ്ങൾ നിലനിന്നിരുന്നു എന്ന, അതായത് ചില ഭിന്നതകൾ നിലനിന്നിരുന്നു എന്നും അത് ലഘൂകരിക്കപ്പെട്ടതായെന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ വിയോജിപ്പ് ഇപ്പോഴും തുടരുകയാണ് എന്നാണ് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും USഉം ഇറാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ കഴിഞ്ഞ വാരാന്ത്യത്തിൽ പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ച കൂടിയായിരുന്നു ഇത്. എന്തായാലും 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ഇടപെടൽ കൂടിയാണ് ഇത്. എന്തായാലും ഈ ഇടപെടലുകൾ ഒരു പോസിറ്റീവ് സൈൻ കാണിക്കുമെന്ന പ്രതീക്ഷയാണ് ലോകം ഉറ്റുനോക്കുന്നത്.